അല്ല ശ്രീമതി ശശികല, താങ്കൾ പറഞ്ഞതിനെ ശരി, താങ്കൾ ഇത്രയും നേരം പറഞ്ഞതിന് അത് ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അവസാനം പറഞ്ഞ ഒരു പോയിന്റിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചോദിക്കട്ടെ. മന്ത്രി അറിഞ്ഞെങ്കിൽ പ്രതികരിക്കുമായിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞില്ലേ ശ്രീമതി ശശികല ഈ സംഭവം കായംകുളം നഗരസഭയിൽ നടന്നിട്ട്? മന്ത്രിയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ അത്ര മോശമാണോ? താങ്കളുടെ സ്ഥലം MLA എവിടെ പോയി? താങ്കളുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ അല്ലേ MLA? നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് എവിടെ പോയി? ജില്ലാ സെക്രട്ടറി എവിടെ പോയി? മന്ത്രി എവിടെ പോയി? ഇത്രയും നേരമായിട്ട് ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കി ഇതിനെ തള്ളിപ്പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ ഉണ്ടോ? ഇപ്പൊ ജനം ടിവിയുടെ ചർച്ചയിൽ വരുമ്പോൾ ശ്രീമതി ശശികലയ്ക്ക് മറ്റ് യാതൊരു ഓപ്ഷനുമില്ല. ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അത് ചെയ്തത് നടക്കാൻ പാടില്ലാത്തതാണ് എന്ന ഒരു ഒഴുക്കൻ മറുപടിക്കപ്പുറത്തേക്ക് ഇത് കാണിച്ചത് ഭരണഘടനാ ലംഘനമാണ്. അല്പം കൂടി മിതമായ ഭാഷയെ ഇട്ടുകൊണ്ട് പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തമാണ് എന്ന് പറയാനുള്ള തന്നേടം താങ്കൾ എന്താ കാണിക്കാത്തത്? താങ്കളുടെ അല്ല ശ്രീമതി ശശികല, ഞാൻ എന്താണ് വളച്ചൊടിച്ചത്? താങ്കളുടെ പ്രാദേശികമായി നടന്ന ഒരു സംഭവം സംസ്ഥാന ഗവൺമെന്റിനെ അടക്കം മന്ത്രി അടക്കം MLA അടക്കം വലിച്ചെടുക്കേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്, പറഞ്ഞുതരാം. ഞാൻ ചോദിക്കാണ് ഒരു പ്രാദേശികമായിട്ടുള്ള അല്ല അത് കറക്റ്റ് അല്ല അത് കറക്റ്റാ അല്ല ആരിഫ് ഒരു നിമിഷം ആരിഫ് ഒരു നിമിഷം അതായത് ശ്രീമതി ശശികല, താങ്കൾ ഇങ്ങനെ ഇത്ര നിഷ്കളങ്കയാവരുത് കേട്ടോ. താങ്കൾ ഒരു എന്താണ് പറയുന്നത്, ഡേഞ്ചറസ്ലി ഇന്നസെന്റ് ആയി പോയി ഇത്തരം ഒരു സംവാദത്തിൽ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ വിഷയങ്ങളും പ്രാദേശികമാണ് മാഡം, അല്ലാതെ അന്താരാഷ്ട്രമായ എന്തെങ്കിലും വിഷയം സംഭവിക്കാറുണ്ടോ? നിങ്ങൾക്ക് പലസ്തീനിൽ നടക്കുന്ന ബോംബാക്രമണം കേരളത്തിൽ വലിയ ഭൂകമ്പമാണല്ലോ. കശ്മീരിൽ നടക്കുന്ന സംഭവം, ഉത്തർപ്രദേശിലെ ഏതോ പ്രദേശത്ത് നടക്കുന്ന സംഭവം, പലസ്തീനിലെ ഏതോ കുഗ്രാമത്തിൽ നടക്കുന്ന വിഷയം, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്, പോളിറ്റ് ബ്യൂറോയ്ക്ക്, ജില്ലാ സെക്രട്ടേറിയറ്റ് തുടങ്ങി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വരെ വലിയ ഭൂകമ്പമാണല്ലോ. ഇത് അമാനുഷികം. നരഹത്യ നടക്കാൻ നോക്കിയിരിക്കുകയാണ്. അല്ല, നരഹത്യ നടക്കാൻ നോക്കിയിരിക്കുകയാണോ ശ്രീമതി ശശികല? അപ്പൊ അതുകൊണ്ട് അത് നടക്കാൻ നോക്കിയിരിക്കുകയാണല്ലേ? താങ്കളുടെ ജില്ലയിൽ എത്ര നരഹത്യകൾ നടന്നു ഞാൻ പറയണോ മുസ്ലിം ഭീകരവാദികളെ കൊണ്ട്? അപ്പൊ അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഓരോ പ്രദേശത്ത് നടക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സജി ചെറിയാൻ ഇതേപ്പറ്റി പ്രതികരിക്കാൻ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടിയില്ലേ? യു പ്രതിഭയ്ക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലേ? താങ്കളുടെ ജില്ലാ സെക്രട്ടറി R നാസറിന് വിവരം കിട്ടിയില്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ? കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് വിവരം കിട്ടിയില്ലേ? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വിവരം കിട്ടിയില്ലേ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ? എന്താ ഞങ്ങൾ ഇനി പറഞ്ഞു തരേണ്ടത്? ഇവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്. താങ്കളെ ബലിയാടാക്കി ഇന്ന് ചർച്ചയ്ക്ക് വിട്ടതിന് ശേഷം താങ്കൾ ഇവിടെ വന്നിരുന്നിട്ട് വളരെ നിഷ്കളങ്കമായി സംഭവിച്ചു പോയി, അവിടെ ബലൂണ് കെട്ടാൻ വന്നതാണ്. 2 മണിക്ക് ഞാൻ വന്നു. എന്നാൽ ഞാനിനി താങ്കളോടൊരു കാര്യം പറയട്ടെ, 2 മണിക്ക് ശേഷമാണ് ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്. ഉച്ചയ്ക്കാണ് പ്രാർത്ഥന നടക്കുന്നത് അവിടെ. അതുപോലും താങ്കൾ കണ്ടിട്ടില്ല. പോയിക്കോട്ടെ. അപ്പോ ഇത്ര നിഷ്കളങ്കമായി ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ എന്താണ് പറയുന്നത്, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത്. ഇത് നടന്നത് വളരെ ഗുരുതരമായ ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്, ഇന്ത്യൻ മതേതര നിലപാടുകൾക്കേറ്റ ആഴത്തിലുള്ള മുറിവ് തന്നെയാണ്. അതിന് ചൂട്ടുപിടിച്ചവരാണ് കായംകുളത്തെയും ആലപ്പുഴയിലെയും CPM-കാർ. യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ.